ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം യമനിലെ ഹൂത്തികൾ വീണ്ടും പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോൺ വിമാനം ഹൂത്തികൾ തകർത്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഹൂത്തികൾ തകർക്കുന്ന അമേരിക്കയുടെ MQ-9 ഡ്രോണാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച യമനിൽ തകർന്നു വീണത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും സമ്മതിച്ചിട്ടുണ്ട് തങ്ങളുടെ ഒരു MQ-9 ഡ്രോൺ വിമാനം യമനിൽ വെച്ച് നഷ്ടമായി എന്ന്. ഇതോടുകൂടി ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഹൂത്തികൾ തകർക്കുന്ന 15ാമത്തെ MQ-9 ഡ്രോണാണ് ഇത്. ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത്, യമനിലെ ഹുദൈദ പ്രവിശ്യയിൽ വെച്ചാണ് തങ്ങൾ അമേരിക്കയുടെ MQ-9 ഡ്രോൺ വിമാനം തകർത്തത് എന്നാണ്. ഇനി ഗസയുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി നടത്തിയ പ്രതികരണത്തിലേക്ക് വരാം. ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഹമാസ് ഇതിന് തയ്യാറായിട്ടുമില്ല. അതോടുകൂടി ഇസ്രായേൽ ഗസയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങളടക്കം ഗസയിലേക്ക് വരുന്നത് ഇസ്രായേൽ സൈന്യം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്ത് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ വഴങ്ങുന്നില്ല. റമദാൻ മാസമായിട്ട് പോലും ഇസ്രായേൽ ഗസക്ക് നേരെ അതിശക്തമായ ഉപരോധമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും അറബ് രാജ്യങ്ങൾ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഇതിൽ നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടെയാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി തന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. മധ്യസ്ഥ രാജ്യങ്ങൾക്ക് 4 ദിവസത്തെ സമയം ഞാൻ നൽകും. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഈ വിഷയത്തിൽ യമനിലെ ഹൂത്തികൾ ഇടപെടുമെന്നാണ് ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇന്ന് രാവിലെ പ്രതികരിച്ചത്. 4 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ഗസക്ക് നേരെ ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണം. അല്ലാത്ത പക്ഷം അറബിക്കടലിലൂടെയും ചെങ്കടലിലൂടെയും പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ളവരുടെ മുഴുവൻ കപ്പലുകളും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും അതുപോലെ ഇസ്രായേലിലേക്കും തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഒരു കപ്പലിനെയും കടത്തിവിടില്ല എന്നാണ് ഇന്ന് പുലർച്ചെ ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇസ്രായേൽ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. 4 ദിവസം എന്ന് പറയുമ്പോൾ വരുന്ന ചൊവ്വാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ ഗസക്ക് നേരെ ഏർപ്പെടുത്തിയ മുഴുവൻ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഒരു നിർദ്ദേശം ഹൂത്തികൾ നടപ്പിലാക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് കാരണങ്ങളുമുണ്ട്. ഹൂത്തികൾക്ക് വേണ്ട ആയുധവും പരിശീലനവും പണവും നൽകുന്നത് ഇറാനാണ്. അതിലുപരി ഇറാന്റെ ആത്മീയ നേതാവായ ആയാത്തുള്ള അലി ഖാംനെയി തന്നെയാണ് ഹൂത്തികളുടെയും ആത്മീയ നേതാവ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ഹൂത്തികളുടെ ജോലി. അതവർ വൃത്തിയായി ചെയ്യുന്നുമുണ്ട്.